ഏത് പ്രവൃത്തിയിലും മെന്റൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഓവർ തിങ്കിങ്, കൺഫ്യൂഷൻ, അതുപോലെ കാര്യങ്ങൾ നീട്ടിവെക്കുക, പ്രോക്രാസ്റ്റിനേഷൻ, പെർഫെക്ഷനിസം, ചെയ്യുന്ന കാര്യങ്ങൾ ഡൗട്ട് തോന്നുക, ഇല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവുമെന്ന് സംശയിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മളുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ മൈൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മൈൻഡ് പ്രവർത്തിക്കാത്തത് അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അൺപ്രോസസ്ഡ് ഇമോഷൻ എപ്പോഴും ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും. നമുക്കൊരിക്കലും ശരിയായൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊറ്റ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫെൽറ്റ് ആയിട്ടുള്ള അൺഅഡ്രസ് ചെയ്തിട്ടുള്ള, അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോധ മനസ്സിൽ കിടക്കുന്ന ഇത്തരം ഇമോഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അതർവൈസ് നമുക്ക് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ട്, എഫേർട്ട്ലെസ് ആയിട്ട് സക്സസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സക്സസ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, ഒരു പക്ഷേ ബിസിനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് ബിസിനസ്സിലാണെങ്കിലും നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, ഒരു പരിധിവരെ വിജയിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് ആ വിജയം സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇമോഷണലി സേഫ് ആയേ പറ്റുള്ളൂ. അതർവൈസ് നമ്മളെ ബോഡി എപ്പോഴും ഒരു സർവൈവൽ മോഡിലേക്ക് മൂവ് ചെയ്യും. നമ്മളെപ്പോഴും ബ്രെയിൻ എപ്പോഴും പ്രൈമറി ആയിട്ട് കൊടുക്കുന്നത് ആ ഒരു മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ സേഫ്റ്റിയിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടാകും. സോ ഞാൻ പറഞ്ഞു വന്നത്, ക്ലാരിറ്റി എന്ന് പറയുന്നത് ഇമോഷണൽ മാത്രം, മെന്റൽ മാത്രമല്ല, ഇമോഷണൽ ക്ലാരിറ്റിയും കൂടി വേണം. ഇമോഷണൽ ക്ലാരിറ്റി വേണമെങ്കിൽ നമ്മൾ ട്രിഗർ ചെയ്യുന്ന സാധനങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ വാലിഡേറ്റ് ചെയ്ത് അതിനെ റിലീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇമോഷണൽ ക്ലാരിറ്റി ടു. അപ്പോൾ ഇമോഷണൽ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക, വിജയത്തിലേക്ക് മൂവ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.